അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അടിമകളുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തിൽ സ്വീകരിക്കുന്ന സമയമാണ് അത്താഴ സമയം അഥവാ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൻസിലു റബ്ബുന തബാറക വ തആല ഇല സമാഇ ദുനിയ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അല്ലാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അവൻ്റെ അടിമകളെ വീക്ഷിക്കാനും അവരുടെ പ്രാർത്ഥന സ്വീകരിക്കാനും ഏറ്റവും കൂടുതൽ സന്നദ്ധനാകും എന്നാണ് അതിൻ്റെ താല്പര്യം. എപ്പോൾ ഫി സുലുസിൽ ലൈലിൽ അഖീർ, രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു പറയും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നത് ഞാൻ തരാം. നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. നിങ്ങൾ എന്നോട് കാരുണ്യത്തെ തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് കാരുണ്യം തരാം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോരോ ഇനങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ സൃഷ്ടികളെ അഭിസംബോധന ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയം, അത്താഴ സമയം, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം ഏകദേശം ഒരു 2 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് ഈ സുലുസുൽ ലൈലിൽ അഖീർ എന്നതിൽ ഉൾപ്പെടുക എന്ന് ആകെയുള്ള രാത്രിയെ 3 ഭാഗമാക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് എന്താണ് ആ സമയത്ത് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുആക്ക് ഉത്തരം നൽകുന്ന സമയമാണ് അത്. ഓരോ ദിവസത്തിലും അല്ലാഹു ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാണല്ലോ അത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമുക്ക് നോക്കാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റാൽ എന്താണ് ദുആ ചെയ്തിരുന്നത്? അതാണല്ലോ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്ന പ്രാർത്ഥന കൃത്യമായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു ലക മുൽക്കുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻതൽ ഹഖ്ഖു വവഅദുകൽ ഹഖ്ഖു വലിഖാഉക ഹഖ്ഖുൻ وقولك حق والجنة حق والنار حق ومحمد صلى الله عليه وسلم حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت. ഈ പ്രാർത്ഥനയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിൽ തന്നെ ദുആ ചെയ്തിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന തന്നെ ദുആ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പ്രാർത്ഥന മാത്രമേ ചെയ്യാൻ പാടൂ എന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പ്രാർത്ഥനയും തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ആ തഹജ്ജുദ് നിസ്കാരത്തിലും തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷവും നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരത്തിന് ഒടുവിൽ നമ്മൾ ദുആ ചെയ്യുന്ന ആ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു, ആരെങ്കിലും എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കെ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിർഗളിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ കണ്ണിനെയോ അവൻ്റെ ശരീരത്തെയോ നരകം സ്പർശിക്കുകയില്ല. അവൻ്റെ കണ്ണിനെയോ അവൻ്റെ ശരീരത്തെയോ നരകം സ്പർശിക്കുകയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളോട് എങ്ങനെയെല്ലാ കാര്യങ്ങൾ പറയും, അതുപോലെ പച്ച മലയാളത്തിൽ നമുക്കറിയുന്ന ഭാഷയിൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറയാനുള്ള ആളാണ് നമ്മുടെ സൃഷ്ടാവായ പടച്ച റബ്ബ്. അതുകൊണ്ട് ആരും കേൾക്കില്ല. നമുക്കറിയുന്ന ഭാഷയിൽ നമ്മളും അള്ളാഹുവും മാത്രമേ അറിയൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് നമ്മൾ ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ തുറന്ന് പറയുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അവനല്ലാതെ മറ്റാരാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ളത്? അവനോടല്ലാതെ മറ്റാരോടാണ്
പറഞ്ഞാൽ ശാശ്വതമായ പരിഹാരം നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അള്ളാഹു മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പരിഹാരമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഓരോരോ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹുവിന് മുന്നിൽ അവതരിപ്പിച്ചാൽ അവിടെ മാത്രമാണ് പരിഹാരമുള്ളത്. ആ കവാടം മാത്രമാണ് എപ്പോഴും തുറക്കപ്പെട്ടിട്ടുള്ളത്. മുട്ടിയാൽ തുറക്കുന്ന കവാടം അത് മാത്രമാണ്. അള്ളാഹു തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരെയും സഹോദരങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയണം ദുആ ചെയ്യാൻ. അതിലുപരി നമ്മൾ തന്നെ നമുക്ക് ഇത്തരം നല്ല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ തന്നെ ഉണ്ടാകുമ്പോൾ ആ സമയം ഒരിക്കലും നമ്മൾ പാഴാക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന. അള്ളാഹുവെ, ദുന്യാവിലും ആഖിറത്തിലും എനിക്ക് നീ ഹസനത്ത് നൽകണമേ. ഹസനത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നന്മ എന്നാണ്. എന്നാൽ ഈ രണ്ട് ഹസനത്തിലും എല്ലാം ഉൾക്കൊണ്ടു. ദുന്യാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ അവന് ആവശ്യമായ സർവ്വതും അതിൽ ഉൾപ്പെട്ടു എന്നും, ആഖിറത്തിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗീയ ലബ്ധി ലഭിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടുവെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരണം നൽകിയതായി കാണാം. അതുകൊണ്ട് ആ പ്രാർത്ഥന ആ സമയത്ത് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ഈ ഭൂമിയിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അത് അള്ളാഹുവിൻ്റെ ഹിദായത്താണ്. അള്ളാഹു മുസ്ലിമായി നമ്മളെ ജീവിപ്പിച്ചു, മുസ്ലിമായി ജനിപ്പിച്ചു, മുസ്ലിമായി ജീവിപ്പിച്ചു. ഇനി നമുക്ക് മുസ്ലിമായി മരിക്കണം. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഹിദായത്തിൽ നിന്ന് വഴുതി പോകുന്ന എത്രയോ ആളുകൾ, അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അള്ളാഹുവെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തിന് നിന്റെ ദീനിൻ്റെ മേൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഒരിക്കലും അത് നിന്റെ ദീന് വിട്ട് ചാഞ്ചാടുന്ന ഒരു ഹൃദയമാക്കി മാറ്റല്ല. ദീനിൻ്റെ വിശ്വാസങ്ങളിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്കും ആ പ്രാർത്ഥന ആ സമയത്ത് തന്നെ നമുക്ക് നിർവഹിക്കാം. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ മറന്നു പോകരുത്. തഹജ്ജുദ് നിസ്കരിച്ച് എഴുന്നേറ്റ് പോകരുത്. വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയത്തുള്ള പ്രാർത്ഥന, മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ വിനീതനെ കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.